നമസ്കാരം. ഇറാനെതിരായ യുദ്ധ നീക്കങ്ങൾക്കും ഇസ്രായേലിന് അമേരിക്ക ആയുധങ്ങൾ വിൽക്കുന്നതിനുമെതിരെ ന്യൂയോർക്കിൽ നടന്ന വൻ പ്രതിഷേധത്തിനിടെ 90ഓളം പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്നൊരു വാർത്ത. പ്രമുഖ വിസിൽ വ്ലോഗർ ചെൽസി മാനിങ്ങും അതുപോലെ നടി ഹരി നെഫ്, ന്യൂയോർക്ക് സിറ്റി കൗൺസിൽ അംഗം അലക്സ അവലസ് എന്നിവരും അറസ്റ്റിലായവരിൽ ഒപ്പമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജൂയിഷ് വോയിസ് ഫോർ പീസ് എന്ന സംഘടനയുടെ നേതൃത്വത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം പ്രതിഷേധം നടന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുക, ഇസ്രായേലിനുള്ള ആയുധ സഹായം നിർത്തലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം നടന്നത്. സെനറ്റ് ഡെമോക്രാറ്റിക് നേതാവ് ചക് ഷുമൂർ, സെനറ്റർ ക്രിസ്റ്റ്യൻ ഗില്ലിബ്രാൻഡ് എന്നിവരുടെ ഓഫീസുകൾക്ക് നേരെ കുത്തിയിരിപ്പ് സമരം നടത്താനാണ് പ്രതിഷേധക്കാർ ആദ്യം ശ്രമിച്ചത്. ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങൾക്കും യുദ്ധത്തിനും ഇവർ കൂട്ടുനിൽക്കുന്നുവെന്ന് പ്രതിഷേധക്കാർ ആരോപിക്കുകയും ചെയ്തു. സുരക്ഷാ ഉദ്യോഗസ്ഥർ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് തടഞ്ഞതോടെ പ്രതിഷേധക്കാർ റോഡ് ഉപരോധിച്ചു. ബോംബുകൾക്കല്ല, ജനങ്ങൾക്കായി പണം ചിലവാക്കുക എന്ന മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധക്കാർ വാഹനം തടഞ്ഞു. പിന്നീട് ഇവരെ പോലീസ് നീക്കുകയായിരുന്നു. ലബനനിലും ഇറാനിലും യുദ്ധ സാഹചര്യം ശക്തമാക്കുന്നതിനിടെ അമേരിക്കൻ ഭരണകൂടത്തിനെതിരെ രാജ്യത്തിനകത്ത് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് സൂചനയാണ് ഈ സംഭവം വിലയിരുത്തപ്പെടുന്നത്. 5 ആഴ്ച നീണ്ടുനിന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കനത്ത ബോംബാക്രമണങ്ങൾക്കിടയിലും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ സുരക്ഷിതമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ആണവായുധം നിർമ്മിക്കുന്നതിന് ആവശ്യമായ പ്രധാന ഉപകരണങ്ങൾക്കും കേന്ദ്രങ്ങൾക്കും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് ഉദ്യോഗസ്ഥരെയും പ്രതിരോധ വിദഗ്ധരെയും ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇറാൻ അത്തരമൊരു നീക്കത്തിലേക്ക് കടക്കുമോ എന്നാണ് ലോകം തന്നെ ഉറ്റുനോക്കുന്നൊരു കാര്യം. രാഷ്ട്രീയവും മതപരവുമായ കാരണങ്ങളാൽ ഇറാൻ ഇതുവരെ ആണവായുധങ്ങൾ വികസിപ്പിക്കാതിരുന്നു. ഇസ്ലാമിക നിയമപ്രകാരം ആണവായുധങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും നിഷിദ്ധമാണെന്ന് 2003 തൊട്ട് 2005 കാലഘട്ടത്തിലെ ആയത്തുള്ള റൂഹുല്ല ഖുമേനിയുടെ ഹത്വയും അതുപോലെ ആണവ നിർവ്യാപന കരാറിൽ അംഗത്വം നിലനിർത്തിക്കൊണ്ട് ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന് ഇറാന്റെ നിലപാടുമാണ് ഇതിന് ആധാരമെന്ന് പറയാം. എന്നാൽ ആണവ നിർവ്യാപന കരാറിൽ നിന്ന് പിന്മാറുന്നതിനുള്ള ഒരു ഫാസ്റ്റ് ട്രാക്ക് ബിൽ ഇറാൻ പാർലമെന്റ് ഇപ്പോൾ പുനഃപരിശോധിക്കുകയാണ്. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നടത്തിയ നിർണായക ചർച്ചകൾ തീരുമാനമാകാതെ പിരിഞ്ഞതിന് പിന്നാലെ ഇറാന്റെ ആണവ മോഹങ്ങളാണ് പ്രധാന തർക്ക വിഷയമെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് ആരോപിച്ചിരുന്നു. സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ 21 മണിക്കൂർ നീണ്ടുനിന്ന മാരത്തോൺ ചർച്ചകൾക്കൊടുവിലും സമവായത്തിലേക്ക് എത്താൻ ഇരുപക്ഷത്തിനും കഴിഞ്ഞില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അമേരിക്കയും ഇസ്രായേലും നടത്തിയ വിനാശജനകമായ ആക്രമണങ്ങളെ ഇറാന്റെ ആണവ പദ്ധതി എങ്ങനെ അതിജീവിച്ചു എന്നതും ലോകരാജ്യങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണെന്ന് പറയുന്നു.